ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇന്ന് ദൈവം കൂടെയുള്ള ഒരു ദിവസമാക്കി നമുക്കിതിനെ മാറ്റാം. ദൈവത്തോട് ചേർന്ന് നിൽക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനമാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ദൈവാത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇന്ന് നാം പഠിക്കുന്ന വചനമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനമാണ്. ദ ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ജെറമായ ചാപ്റ്റർ 38 വേഴ്സ് 20. അതിങ്ങനെയാണ് പറയുന്നത്: ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക, നിനക്ക് ശുഭം ഭവിക്കും, നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എത്ര സുന്ദരമാണ്! നമുക്കൊരു വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്താൽ മതി, ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ ശുഭം ഭവിക്കുക, നമുക്ക് നന്മ വരിക. നമുക്ക് തിന്മ വരണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. ഞാൻ നിന്നോട് പറയുന്ന ഞാനല്ല, പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വചനം കേൾക്കുക, നിനക്ക് ശുഭം ഭവിക്കും, നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. ജസ്റ്റ് obey the voice of the Lord in what I say to you, and it shall go well with you, and your life shall be spared. നോക്കി, എത്ര സുന്ദരമായിട്ട്. ജസ്റ്റ് obey. നമ്മൾ ദൈവത്തിൻ്റെ വാക്കൊന്ന് അനുസരിക്കുക, അവൻ പറയുന്നത് കേട്ട് അനുസരിച്ച് അവൻ്റെ ഒപ്പം ജീവിക്കുക, അവനോടൊപ്പം ജീവിക്കുക, അവനോട് ചേർന്നൊന്ന് ജീവിക്കുക. ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ നമ്മുടെ ജീവൻ സുരക്ഷിതമായിരിക്കും, നമുക്ക് നന്മ വരും എന്നാണ് വചനം പറയുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് ആഗ്രഹിക്കാം, നമ്മുടെ ജീവിതത്തിൽ നന്മയല്ലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, നന്മ തന്നെ ഉണ്ടാവണം, തിന്മയൊന്നും ഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് ആരംഭിക്കുന്ന ജീവിതമാണ് എല്ലാ ദിവസവും. ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതം ആക്കണമേ എന്നൊക്കെ ആഗ്രഹമില്ലേ? ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതിനായിട്ട് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ സുന്ദരമായ ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ആമേൻ.